ശരിക്കും അത് ഞങ്ങൾക്കൊരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. കാരണം ഒഴിയാതിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്നും ആ വാടക കെട്ടിടത്തിൽ തന്നെ ഇരിക്കേണ്ടി വന്നേനെ. ആദ്യമായിട്ട് ബേക്കറിയിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ നവ്യയ്ക്കാണ്. അപ്പോൾ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കുന്നത് എങ്ങനെ വൃത്തിയായിട്ട് ഉണ്ടാക്കാം. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു, നവ്യയുടെ വളർച്ച ഒരു 10% പോലും ആയിട്ടില്ല. ശരിക്കും 2030 എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളും ഇന്ത്യക്ക് വെളിയിലും തുടങ്ങണം. 600-700 കോടി ടേൺ ഓവറിൽ എത്തിക്കണം എന്നുള്ളതാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ കസ്റ്റമേഴ്സിന്, അവരുടെ കാർഡ് ഉള്ളവർക്ക് 12% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. മിനിമം 500 രൂപ, മാക്സിമം 2000 രൂപയുടെ ഒറ്റ പർച്ചേസ്. എല്ലാവരിലും എത്തിക്കാമെന്നുള്ളതാണ് നവ്യയുടെ ഒരു കാഴ്ചപ്പാട്. വില കൂട്ടിയാൽ ഒരു സെക്ടറിലുള്ള പ്രീമിയം ആളുകൾക്ക് മാത്രമേ അത് വാങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് സാധാരണക്കാർക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റണം. ഞങ്ങൾ ശരിക്കും ബേസിക്കലി കൃഷിക്കാരാണ്, ഫാദർ കൃഷിക്കാരനാണ്. അപ്പം കൃഷിയാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. അപ്പം അതുകൊണ്ട് കൃഷിയിൽ നിന്നും കിട്ടുന്ന പ്രോഡക്റ്റുകളെ ഒരു വാല്യൂ ആഡഡ് എന്ന നിലയിൽ ഞങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ഉപയോഗിക്കുന്നു. നമുക്ക് വിശ്വസിച്ച് അത് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞങ്ങൾ ഫ്രാഞ്ചൈസി കൊടുത്ത് തുടങ്ങുന്നുണ്ട്. കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പാലക്കാട് ഒക്കെ നോക്കുന്നുണ്ട്. എല്ലാ പ്രോഡക്ട്സും നവ്യയുടെ ആയിരിക്കും.